കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ UDFന് ഭീഷണിയുയർത്തിയ ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. മുൻ ചെയർപേഴ്സൺ മഞ്ജു സിജുവാണ് അനുനയ ചർച്ചകൾക്ക് വഴങ്ങി പിൻവാങ്ങിയത്. എന്നാൽ സിറ്റിംഗ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല. LDFന്റെ വിമത സ്ഥാനാർത്ഥിയും മത്സരത്തിൽ മുന്നോട്ടു പോവുകയാണ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 23-ാം വാർഡിലാണ് മുൻ ചെയർപേഴ്സൺ മഞ്ജു സിജു പത്രിക നൽകിയിരുന്നത്. വാർഡിൽ പ്രചരണവും ആരംഭിച്ചിരുന്നു. ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് അവർ പത്രിക പിൻവലിക്കാൻ തയ്യാറായത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പത്രിക പിൻവലിപ്പിക്കാൻ ഇടപെട്ടതായാണ് അറിയുന്നത്. ഇവിടെ പ്രൊഫസർ ആഷ്ലി ജോസാണ് UDF സ്ഥാനാർത്ഥി. മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സിജു എബ്രഹാമിന്റെ ഭാര്യയാണ് മഞ്ജു സിജു. വാർഡിലെ UDFന്റെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം കാരണമാകുമായിരുന്നു. മഞ്ജു സിജുവിന്റെ പിന്മാറ്റം നേതാക്കൾക്കും ആശ്വാസം നൽകി. അതേസമയം 18-ാം വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പത്രിക പിൻവലിച്ചിട്ടില്ല. ഇനി പ്രചരണം വേണ്ടെന്ന് വെച്ചാലും ബാലറ്റ് പേപ്പറിൽ ഷിബു കുര്യാക്കോസിന്റെ പേരുണ്ടാകും. ഇവിടെ കേരള കോൺഗ്രസിന്റെ KC ജോസാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കാത്തതിലുള്ള അമർഷമാണ് ഷിബു കുര്യാക്കോസ് പത്രിക നൽകാൻ കാരണം. മുനിസിപ്പാലിറ്റിയുടെ 8-ാം വാർഡിൽ CPM വിമത സിനി തോമസ് മത്സരരംഗത്ത് തുടരുകയാണ്. മുൻ കൗൺസിലർ KV തോമസിന്റെ ഭാര്യയാണ് അവർ. LDFനും UDFനും സിനി വെല്ലുവിളിയാകും. GTV ന്യൂസ്, കോതമംഗലം.